ഹലോ ചേച്ചി, ഞാനാ ചേച്ചി. ഞാനാണെങ്കിൽ എന്നെ കൊണ്ട് വിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതാണ് റീസൺ. എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതൊന്നും പോലും ഒന്നുമല്ല. എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത്. എനിക്ക് ചേച്ചി ഇപ്പം എന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് അവൾക്കറിയാം. എൻഗേജ്മെൻറ്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ്. നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തു നിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക്. എന്ന് വെച്ചാൽ അവൾക്ക് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റോ കുറ്റമോ ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ സൗന്ദര്യം ഒക്കെ അവളുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത്. അത് പറയാനായിരുന്നു കേട്ടോ. സോറി ചേച്ചി, ഞാൻ കയറി പോവാണ്. മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരാതിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല. അവർക്കൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത്. അത് ചേച്ചി ഇനി പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞോളാം. ഇത് ആരുടെ ശബ്ദമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞോ? ഈ കുട്ടീനെ വഞ്ചിച്ച് ഇറ്റാലിയിലേക്ക് മുങ്ങിപ്പോയവന്റെ ശബ്ദമാണ്. ഈ കല്യാണം കഴിയുന്നവർ ഞാൻ മുമ്പ് പറയാം, നിങ്ങളെ കണ്ണ് പൊട്ടി തകർന്നിട്ടാണോ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നത്? നിങ്ങളെ കണ്ണ് പൊട്ട മറല്ല, കണ്ണ് ഇല്ലാത്തവർ പോലെ അഭിനയിക്കുകയാണോ? ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ രാത്രി തന്നെ ഭാര്യ പുരുഷനാണെന്ന് അറിഞ്ഞിട്ട് ഭർത്താവ് രാവിലെ തന്നെ അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കിയത്. അപ്പൊ അതിന്റെ ക്ലൈമാക്സ് എന്താണ്, അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ഞാൻ ഇന്ന് അതിന്റെ കുറച്ച് വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം. ചീറ്റിംഗ് തന്നെയാണ് സംഭവം. ഇത് ഇനി അവര് തന്നെയാണോ എന്നാണ് അന്വേഷിക്കേണ്ടത്. മറ്റേ ഇറ്റലി എന്ന് പറയുന്ന ആ പാർട്ടികളാണോ എന്നുള്ളത്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ കൊച്ചിന്റെ പപ്പായ ഉണ്ടല്ലോ, നമ്മളുമായിട്ട് ഭയങ്കര കൂട്ടെന്ന് പറഞ്ഞാൽ പുള്ളി മരിച്ചിട്ട് ഇപ്പൊ ഒരു 5-8 വർഷമായിട്ട് ആള് മരിച്ചിട്ട്. എന്റെ വൈഫ് ഹൗസിലേക്ക് പോകുന്ന ആ വഴിയുടെ സൈഡിൽ തന്നെയാണ് വീടേ. ഇതിന്റെ തൊട്ടടുത്ത് എന്റെ വൈഫിന്റെ 2-3 റിലേറ്റീവ്സിന്റെ വീടും ഉണ്ട്. അപ്പൊ ഇത് കുഞ്ഞായിരുന്നപ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഇടയ്ക്ക് അവധിക്ക് ചെല്ലുമ്പം അവിടെ വീടിന്റെ മുമ്പിൽ അവര് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കാണുന്നതേ ഉള്ളൂ. ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ ആലോചിച്ചു, ഈ കൊച്ചിനെ ഞാൻ അറിയുന്നതാണല്ലോ എന്ന്. അത് കഴിഞ്ഞ് പിന്നെ നാട്ടില് നമ്മുടെ കൂട്ടുകാരോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇന്നതാ സംഭവം എന്ന് പറഞ്ഞത്. ഈ സന്ദേശം ഇട്ടത് ഈ കുട്ടീനെ അടുത്തറിയുന്ന ഒരാളാണ് സന്ദേശം ഇട്ടത്. ഈ കുട്ടീനെ ചതിച്ചതും അയാൾ എങ്ങനെ ചതിച്ചു എന്ന് കറക്റ്റ് അറിയുന്ന മറ്റൊരാളും കൂടി സന്ദേശം ഇട്ടിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ ചെറുക്കൻ ഐത്തലപ്പള്ളി ഇടവക്കാരനാ. പട്ടായിൽ നിന്ന് അവരുടെ വീട്ടിൽ വരെ ഇവർ താമസിക്കുന്നത് വീമൂട്ടുപാറയിലാണ് താമസിക്കുന്നത്. ഇവരാണ് പണ്ട് ഇറ്റലിയിൽ നിന്ന് കോവിഡ് കൊണ്ടുവന്നു പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ലേ, ആ ചെറുക്കനായത്. പത്തനംതിട്ട ഹോസ്പിറ്റലൊക്കെ കൊണ്ടാക്കി ഭയങ്കര പ്രശ്നമായിരുന്നില്ലായിരുന്നു. ആ ചെറുക്കനായിരുന്നു. അവനെ മറ്റേ ഞാനായ കത്തോലിക്കത്തെ ഒരു പെണ്ണായിരുന്നു കല്യാണം കഴിച്ചത്. തിരുമേനിയാ കല്യാണം കഴിപ്പിച്ചേ. കല്യാണം കഴിച്ചിട്ട് അന്ന് വൈകിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലാ ചെറുക്കനും ഇവരുടെ വീട്ടിലാ, പെണ്ണിന്റെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു. ചെറുക്കനൊരു സൈക്കോയാ ഇവൻ രാത്രിയിൽ ആ പെണ്ണിനെ അയാളെ പിടിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. ആ കൊച്ചൊക്കെ പേടിച്ചു പോയി. അതിനെ രാവിലെ ഇവൻ കൊണ്ട് വിട്ടിട്ട് ഇവൻ നേരെ ഇറ്റലിക്ക് ഞാൻ കയറിപ്പോയേ. എന്നിട്ട് ഇവൻ പറഞ്ഞുണ്ടാക്കി ആ പെണ്ണ ആണാ മറ്റേന്ന് പറഞ്ഞുകൊണ്ട് ഇതാക്കിയേക്കും. കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല, സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല, കേറ്ററിംഗുകാരന്റെ പൈസ ഒന്നും കൊടുക്കാതാ പോയേക്കുന്നത്. ഇവനെ ഒരു സൈക്കോ ഇവനെ എങ്ങനെ പോയിരിക്കുന്നത്. അങ്ങനെ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഐത്തലപ്പള്ളി വന്ന് അനുവചനമൊക്കെ ആയിട്ട് സംസാരിച്ച് കേസ് കൊടുത്തേക്കോ. ചെറുക്കനെ ഇവിടെ തിരിച്ച് വിളിപ്പിക്കും ഇവിടെ. ഇതൊരു നിർണായകമായ തെളിവാണ്. ഈ കുട്ടിയെ വഞ്ചിച്ചതാണെന്ന് നല്ല കൃത്യമായ തെളിവാണ് ഈ ഒരു ചേട്ടൻ പറഞ്ഞത്. ചെറുക്കനൊരു സൈക്കോ ആണ്. ഈ രാത്രിയിൽ ഇവളെ പോയിട്ട് കയറി പിടിച്ച് പേടിപ്പിച്ചിട്ട് ഇവൻ രാവിലെ തന്നെ അവളെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് അപ്പം തന്നെ ഇറ്റാലിയിലേക്ക് പോയി. കാരണം ഇവന് സൈക്കോ ഉള്ളത് കൊണ്ട്. അതും അല്ലാണ്ട് അവൻ കാറ്ററസിൻ്റെതും ഫോട്ടോഗ്രാഫറിൻ്റെ ഒന്നും കാശ് കൊടുക്കാണ്ടാണ് ഇവന് മുങ്ങിപ്പോയത്. അതും അല്ലാണ്ട് ഇവന് പിറ്റം തന്നെ അന്ന് കല്യാണം കഴിഞ്ഞ പിറ്റം തന്നെ ഇവൻ ഇറ്റാലിയിലേക്ക് ടിക്കറ്റ് കിട്ടിയത് എങ്ങനെ? ആ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഇവർ പ്രീ പ്ലാൻഡ് ആയിട്ടാണ് വന്ന് കല്യാണം കഴിഞ്ഞത്, ആർക്കോ തെളിയിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ ആർക്കോ വേണ്ടിയാണ് ഇവൻ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുങ്ങിയത്. ഇല്ലെങ്കിൽ അവൻ അവിടെ മക്കളുണ്ടാവാം, ഭാര്യ ഉണ്ടാവാം, കുട്ടികളുണ്ടാവാം. ചിലപ്പോൾ ഇവൻ നാട്ടിൽ ഇവന്റെ വീട്ടുകാർക്ക് അത് സമ്മതമല്ല, ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും, വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവന് കല്യാണം കഴിഞ്ഞത്. ഒരു സ്ത്രീയും കൂടി ഒരു വാക്ക് പറയുന്നുണ്ട്. ആ ഒരു വാക്ക്
കഴിഞ്ഞ ശേഷം ഇവന് എന്താണ് ഇവന് പറയേണ്ടതുള്ളത്, ഇവന് ഭാഗത്ത് എന്താ പറയാനുള്ളത് കൂടി നമുക്ക് കേട്ടിട്ട് വരാം. അവൻ അങ്ങനെ പറയുന്നു. ഇവരെ ദുബൈ ജോലിയുള്ള പെണ്ണ, അതിന് 4 ലക്ഷം രൂപ ശമ്പളമുള്ള പെണ്ണ. പെണ്ണിന് യാതൊരു കുഴപ്പമില്ല. ഇവനെ ചെറുപ്പം തൊട്ട് അവിടെ ഇവനെ മയക്കുമരുന്നു എല്ലാ സ്വഭാവം ഇവൻ്റെ ഉണ്ട്. ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത്. നമ്മുടെ ഐത്തലിൽ തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട്. ഇവനെ ഇറ്റലിയിലുള്ളവർ പറഞ്ഞു ഇവൻ മഹാപിഴയാണ്. ഇവൻ്റെ എല്ലാ സ്വഭാവവും ഉള്ളൊരു മഹാപിഴയും ബ്രൂഫിലും കാണുകയും അങ്ങനെ മയക്കുമരുന്നിന് അടിമയുള്ളവനാ. അങ്ങനെ അല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിന് ഇല്ല, പെണ്ണ് ഇതാന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷെ പെണ്ണിന് യാതൊരു കുഴപ്പമില്ല. പെണ്ണിന് തള്ളയുമില്ല. തന്തയ്ക്ക് ക്യാൻസറുമാണ് പെണ്ണിൻ്റെ. അല്ല, ഇവൻ്റെ തള്ളയ്ക്ക് ക്യാൻസറാണ്. അവിടെ തള്ളയുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നു. എന്തുവായാലും കേസ് കൊടുത്തവർ. ഇവൻ ചുമ്മാ അത് തെമ്മാടിയാ. ഇവനെ ഇവിടെ വന്ന് പെണ്ണെ പ്രേമിച്ചോണെന്ന് കെട്ടി വെച്ച അവന് രാമയ്ക്ക് എല്ലാം കരുതി കൂട്ടിയല്ലേ വന്ന്. അവൻ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുമോ? ഇവനെല്ലാം കരുതി കൂട്ടിയല്ലേ വന്നത്. പെൺകുട്ടീനെ അറിയുന്നവരെല്ലാവരും പെൺകുട്ടീൻ്റെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്നാണ് പറയുന്നത്. അതേപോലെ അവൻ്റെ ഭാഗത്ത് അറിഞ്ഞവരെല്ലാവരും അവൻ്റെ ഭാഗത്ത് അറിഞ്ഞവരെല്ലാവരും അവർ തെമ്മാടിയാണെന്നും അവന് പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. ആ യുവാവ് മനഃപൂർവ്വം ഇങ്ങനത്തെ ഒരു നുണക്കഥ ഉണ്ടാക്കിയതാണെന്നും കറക്റ്റ് പറയുന്നുണ്ട്. ഹലോ ചേച്ചി, ചേച്ചി ഞാനാണെങ്കിൽ എന്നെ കൊണ്ട് വിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതാണ് റീസൺ. എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതൊന്നുപോലും ഒന്നുമല്ല. എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത്. എനിക്ക് ചേച്ചി ഇപ്പം എന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് അവൾക്കറിയാം. എൻഗേജ്മെൻറ്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ്. എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തു നിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക്. എന്ന് വെച്ചാൽ അവൾക്ക് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റോ കുറ്റമോ ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ സൗന്ദര്യം ഒക്കെ അവളുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത്. അത് പറയാനായിരുന്നു കേട്ടോ. സോറി ചേച്ചി, ഞാൻ കയറി പോവാണ്. മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരാതിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല. അവർക്കൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത്. അത് ചേച്ചി ഇനി പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞോളാം. ഇത് ആരുടെ ശബ്ദമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞോ? ഈ കുട്ടീനെ വഞ്ചിച്ച് ഇറ്റാലിയിലേക്ക് മുങ്ങിപ്പോയവന്റെ ശബ്ദമാണ്. ഇവന് പറയുന്നത് എവിടെയും പറയുന്നില്ല അവൾ ആണാണെന്നും അല്ലാതെ എനിക്ക് ആണായി കണ്ടത് കൊണ്ടാണെന്നും വീട്ടിലാക്കിയതെന്നും ഒന്നും പറയുന്നില്ല. ഇയാൾ പറയുന്നത് ഇവളുടെ സൗന്ദര്യം ഇവന് എന്താ പറയാ വിചാരിച്ചത് പോലെ ഇല്ല, അല്ലെങ്കിൽ സൗന്ദര്യം ഞാൻ വിചാരിച്ചത്തോടത്തോളം പെണ്ണിന് കിട്ടുന്നില്ല എന്നാണ് ഇയാൾ കറക്റ്റായിട്ട് വോയിസിൽ പറയുന്നത്. ഈ കല്യാണം കഴിയുന്നവരെ ഞാൻ മുമ്പ് പറയാം, നിങ്ങളെ കണ്ണ് പൊട്ടി തകർന്നിട്ടാണോ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നത്? നിങ്ങളെ കണ്ണ് പൊട്ട മറല്ലോ കണ്ണ് ഇല്ലാത്തവർ പോലെ അഭിനയിക്കുകയാണോ? ഇവിടെ സൗന്ദര്യം നീ എങ്ങനെയാണ് വിചാരിക്കുന്നത്? സൗന്ദര്യം ഏത് രീതിക്കാണ് നിങ്ങൾ വിചാരിക്കുന്നത്? സൗന്ദര്യം തൊലി വെളുപ്പ് കൊണ്ടോ സൗന്ദര്യം വേണ്ടത്? അല്ലാതെ കാണാൻ നല്ല ഒരു ഗ്ലാമറായി കാണുന്നതോ? മനസ്സാണ് സത്യത്തിൽ സൗന്ദര്യം. ഒരു പെണ്ണിന്റെ മനസ്സിന്റെ ഉള്ളാണ് സൗന്ദര്യം, ആ കാണുന്ന സൗന്ദര്യമല്ല. കാണുന്ന ഒരു സൗന്ദര്യത്തിൽ എന്തെങ്കിലും ഒരു അപകടമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കുരു വന്ന് പോയാൽ ആ സൗന്ദര്യം അവിടെ തീർന്നു. പക്ഷെ മനസ്സിന്റെ സൗന്ദര്യം അതൊരിക്കലും മായത്തില്ല. ഇനി എന്ത് അപകടം വെച്ചാലും അപകടം വന്നാലും ഇല്ലെങ്കിൽ കുരു വന്നാലും പോലും മനസ്സിലുള്ള സൗന്ദര്യം അത് ഒരിക്കലും പോലെ. സ്വഭാവം നോക്കണം പെൺകുട്ടികളുടെ, അല്ലാണ്ട് മുഖം നോക്കിയിട്ടല്ല കല്യാണം കഴിക്കേണ്ടത്. ഇനി എത്ര പെൺകുട്ടികളാണ് ഇവരൊരു ചെറ്റത്തര സ്വഭാവം കാണിച്ച് പോയതിന് ആ പെൺകുട്ടിന് എന്തൊക്കെയാ പറഞ്ഞ് ആണാണെന്ന്. ആ കല്യാണം കഴിച്ച രാത്രിയാണ് ഞങ്ങൾക്ക് അറിഞ്ഞത് ആണാണെന്ന്. ആ പെണ്ണിന് ജീവിതം പോയി. ആ പെണ്ണിന്റെ മാനം പോവാൻ വേണ്ടിയാണ് നിങ്ങളൊക്കെ ശ്രമിച്ചത്. ഈ ശബ്ദം അയച്ചത് പോലും അവളുടെ സഹോദരിക്ക് അയച്ച ശബ്ദമാണ്. എത്ര വേദനിച്ചിട്ടുണ്ട് അവളെ മനസ്സ്. ഞാൻ വിചാരിച്ച പോലത്തെ സൗന്ദര്യമല്ല. പിന്നെ ഇയാൾ ഇങ്ങനത്തെ സൗന്ദര്യമായിരിക്കും വിചാരിച്ചത്. ഇറ്റലിയിലുള്ള പെണ്ണുങ്ങളെ പോലെയാ. അവർക്കിതിൽ ഈ പെണ്ണെന്ന് പറയുന്ന സംഭവത്തിൽ എന്ത് എക്സ്ട്രാ കൂടുതലുള്ളത്? ഒരു പെണ്ണിനെ പോലെ തന്നെ മറ്റൊരു പെണ്ണും കാലും കളറും ഒരു ഇത് വ്യത്യാസമല്ല, ഒരു പെൺരൂപത്തിന് ഒരു വ്യത്യാസം കാണത്തില്ല. ഇപ്പൊ അവൻ പറയുന്നത് ഞാൻ സ്വപ്നം കണ്ട പെണ്ണല്ല, ഞാൻ വീഡിയോ കോളിൽ കണ്ട പെണ്ണ് ഇതല്ല, ഇല്ലെങ്കിൽ വീഡിയോ കോളിൽ കണ്ട സൗന്ദര്യം നേരിട്ട് കാണുമ്പോഴില്ല. അപ്പൊ നേരിട്ട് കണ്ടിട്ടില്ലേ? അപ്പൊ തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ലായിരുന്നു. ഇത് പെണ്ണ് കാണലൊക്കെ ചെയ്തു, കല്യാണം കഴിഞ്ഞു, ചടങ്ങുകളെല്ലാം പൂർത്തിയായിട്ട് അന്ന് രാത്രി ഇവന് കണ്ണിലും ബോധം വന്നത്.
ഇവൻ വിചാരിച്ച പെണ്ണല്ല, ഇല്ലെങ്കിൽ ഇവളിന് വിചാരിച്ചത്ര സൗന്ദര്യം ഇല്ല എന്ന് കണ്ണ് കണ്ടത് ആ നേരത്താണോ? സൗന്ദര്യം മതിയാന്നില്ല എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് ആദ്യ രാത്രി നോക്കിയിട്ട് സൗന്ദര്യം മതിയാന്നില്ല എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് തന്നെ അവനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയി. അതെങ്ങനെ ശരിയുണ്ട്? അവളുടെ ജീവിതം കൂടി നോക്കണ്ടേ? അവൾ കണ്ട സ്വപ്നങ്ങൾ, അവൾ അനുഭവിച്ച ആ നേരത്തെ ഒരു ദുഃഖം അവൾ അറിയണ്ടേ? നന്നായി കേസ് കൊടുത്തത്, ഞാൻ പറഞ്ഞു ചീറ്റിങ്ങിന് കേസ് കൊടുത്തത് നന്നായി. അവന് ഇട്ടയിൽ നിന്ന് വരുത്തിയിട്ട് ഇവിടെ അവനെ ജയിലിലാക്കണം. കാരണം ശിക്ഷ അനുഭവിക്കണം അവൻ. അതിൻ്റെ ഒക്കത്തെ വീട്ടുകാർ ഒരു പുതിയ കഥയും, അവൾ സ്ത്രീയല്ല പുരുഷനാണ്, ഞങ്ങൾ ചതിച്ചു. ഇവർ കണ്ടിട്ടുണ്ടോ പുരുഷനാണെന്ന്? പറയുമ്പോൾ ഇവർ ചിന്തിക്കാൻ പാടില്ല, അതൊരു സ്ത്രീയാണ്. ഈ അമ്മ തന്നെ പറയുന്നെങ്കിൽ അമ്മ ഒരു സ്ത്രീ തന്നെയല്ലേ? അപ്പൊ അത്രക്കൊരു ബോധമില്ലാത്തവരാണോ വീട്ടുകാരും? മക്കൾ കുറ്റം ചെയ്താൽ അത് തിരുത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം, അല്ലാണ്ട് മക്കളെ കൂടെ തെറ്റിന്റെ കൂടെ മുമ്പിൽ നിൽക്കുന്നതല്ല. അത് തിരുത്തണം. മോനെ, നീ ഈ ചെയ്യുന്നത് തെറ്റാണ്, അവളൊരു സ്ത്രീയാണ്, നീ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന പോയിട്ട് ഇവർ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കാൻ നോക്കാണ്. ഇത് സത്യം പറഞ്ഞ് ഇവൻ ക്രിമിനലാണ്. ഈ പെണ്ണിനെ കല്യാണം കഴിഞ്ഞിട്ട് ഈ സൈക്കോ ആയ മനുഷ്യൻ ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഇത് കണ്ട് ഇവള് പേടിച്ചിട്ടുണ്ടാവും, നല്ലോണം പേടിച്ചിട്ടുണ്ടാവും. സൈക്കോ പിന്നെ പറയണ്ടല്ലോ, സൈക്കോനെ അവർക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ട് അവർക്ക് പോലും ബോധമില്ലാണ്ടാണ് അവർ ചെയ്യുന്നത്. ഈ ക്രൂര പീഡനം കണ്ടിട്ട് അവള് പേടിച്ചിട്ടുണ്ടാവും, നിലവിളിച്ചിട്ടുണ്ടാവും. കാരണം ഫസ്റ്റ് ടൈം അല്ലേ, നമുക്കറിയില്ലല്ലോ ഫസ്റ്റ് ടൈം എങ്ങനെ ഉണ്ടാവും എന്താക്കും നമുക്കൊന്നും അറിയാത്തൊരു അവസ്ഥയിലല്ലേ. പെട്ടെന്ന് തന്നെ ഇവന് പോയി ചാടി കയറിട്ട് പീഡിപ്പിക്കുമ്പോൾ പേടി തോന്നാതിരിക്കോ? പിന്നെ ഇവൻ കൃത്യമായി പ്ലാനോടാണ് വന്നിട്ടുള്ളത്. ആർക്കും കാശ് കൊടുക്കാതെ വിമാനത്തിൽ ടിക്കറ്റ് മുമ്പ് തന്നെ എടുത്തിട്ട് ഇവന് കടഞ്ഞു കളഞ്ഞൊരു മനുഷ്യനാണ്. കാരണം അല്ലെങ്കിൽ അപ്പക്ക് ഇറ്റാലിയൻ്റെ ടിക്കറ്റ് കിട്ടുമോ? രാത്രി അറിയുന്നു ഭാര്യയല്ല ഒരു പുരുഷനാണെന്ന് അറിയുന്നു, രാവിലെ തന്നെ ടിക്കറ്റ് എടുക്കുന്നു, അപ്പം തന്നെ പോകുന്നു. ഒരിക്കലും നടക്കുന്ന സംഭവമല്ല. ഇവന് മുമ്പ് തന്നെ കല്യാണത്തിന് ഡേറ്റിന്റെ പിറ്റേന്ന് തന്നെ ടിക്കറ്റ് എടുത്തിട്ട് ഇവന് മുങ്ങാനുള്ള പരിപാടിയാണ്. ആർക്കും ഒരു കാശും കൊടുക്കാണ്ട് അവിടെ ഇറ്റാലിയിലേക്ക് പോയിട്ട് അവിടെ അവന് ഭാര്യയും മക്കളുണ്ടാവും എന്ന് തോന്നുന്നു. കാരണം യാഥാർത്ഥ്യമല്ല, എന്നാലും തോന്നുന്നുണ്ട്. കാരണം ഇവന് അല്ലെങ്കിൽ എന്തിനാ പോകുന്നു അങ്ങനെ? ഇവിടെ അവന് കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ വന്നവന് ഒരു ദിവസം നിൽക്കാണ്ട് ഭാര്യനെ ഉപേക്ഷിച്ച് പോകുന്നെങ്കിൽ അവൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും. അത് ഉറപ്പാണ്. എന്തെങ്കിലും ഒരു പ്ലാൻ, എന്തെങ്കിലും തരികിട, ഇല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് അവൻ്റെ കയ്യിലുണ്ടാവും, ഉണ്ടാവാതിരിക്കൂല. പല രീതിയിൽ വിവാഹ തട്ടിപ്പ് കേട്ടിട്ടുണ്ട്. ഇതൊരു പുതിയ രീതിയായിരിക്കും വിവാഹ തട്ടിപ്പ് നടക്കുന്നത്. എന്നാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ബൈ.